ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ടീം ഇന്ത്യക്ക് ആശങ്കയായി പരിക്കുകൾ. ശുഭ്മാൻ ഗില്ലിനും KN രാഹുലിനും ആദ്യ മത്സരം നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. കുഞ്ഞിൻ്റെ ജന്മവുമായി നാട്ടിലുള്ള നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരത്തിൽ ഉണ്ടാകുമോ എന്നതിലും സംശയങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തകൾക്ക് അടിസ്ഥാനമുണ്ടോ അനിൽ വാസുദേവ്? തീർച്ചയായും ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ലിന് ആദ്യ മത്സരത്തിൽ കളിക്കാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും വിശ്വസനീയമായ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ദേവേന്ദ്ര പാണ്ഡെയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സർക്കിളുമായൊക്കെ തന്നെ ഏറ്റവും അധികം ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ശുഭ്മാൻ ഗില്ലിന് ഒരുപക്ഷെ കളിക്കാനാവില്ല, ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കഴിഞ്ഞ പരമ്പരയിൽ കിവീസിനെതിരായ പരമ്പരയിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത ഒരാളാണ് ശുഭ്മാൻ ഗില്ല്. കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ പോയപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ വലിയ വിജയത്തിന് സഹായമായ രീതിയിൽ ബാറ്റ് ചെയ്ത ആളാണ് ശുഭ്മാൻ ഗില്ല്. അപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ അഭാവം ഇന്ത്യൻ ടീമിന് കൃത്യമായി തിരിച്ചടിയായി തന്നെയാണ്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് രോഹിത് ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നായകന് കുഞ്ഞു പിറന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യ ടെസ്റ്റിൽ കളിക്കാനാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം കോച്ച് ഗൗതം ഗംഭീർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എത്രയും വേഗം തന്നെ രോഹിത് ടീമിനൊപ്പം ചേരണം എന്ന് പല മുതിർന്ന താരങ്ങളും ആവശ്യപ്പെടുകയുന്നുണ്ട്. ആ ഘട്ടത്തിൽ രോഹിത്തിൻ്റെ ബാക്കപ്പായി കണ്ടിരുന്നത് KL രാഹുലിനെയാണ്. പക്ഷേ KL രാഹുലിനും ഒരു ചെറിയ സംശയമാണ്. അദ്ദേഹത്തിനും കഴിഞ്ഞ സന്നാഹ മത്സരത്തിനിടെ ഇൻട്രാസ്കോട്ട് മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ, മറ്റു ടീമുകളുടെ സഹായമില്ലാതെ മുന്നേറണമെങ്കിൽ ഈ 5 മത്സര പരമ്പരയിൽ ഇന്ത്യക്ക് 4-0 ജയിക്കണം. ഇല്ലെങ്കിൽ മികച്ച മാർജിനിലെങ്കിലും പരമ്പര നേടിയാൽ മാത്രമാണ് ഇന്ത്യക്ക് സാധ്യതകളുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പരിക്കുകൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. SK. താങ്ക് യു അനിൽ വാസുദേവ്. ജോബ് മത്തായിയുടെ ഒരു യൂട്യൂബ് സന്ദേശം ഇത്തിരി അക്രമകരമാണത്. എൻ്റെ മെസ്സേജ് വായിക്കേണ്ട, കുറേ പ്രാവശ്യം വിട്ടു, സാരമില്ല, തന്നെയൊക്കെ പൊക്കി പിടിച്ചത് എന്നെപ്പോലുള്ള ആളുകളാണ് എന്നാണ് ജോബ് മത്തായി പറഞ്ഞത്. ജോബ് മത്തായി, താങ്കൾ പൊക്കി പിടിച്ചുകൊണ്ട് താഴെ ഇടണ്ട. ഇപ്പോൾ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്ക്, ഗുണമുണ്ടാവും എന്തെങ്കിലും. ഈ താങ്കൾക്കില്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും.